തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തമ്പുരാൻ പരിശുദ്ധൻ 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 ഒരുവനിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഇപ്പോൾ
സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയയാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യത്തിൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയെ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സരന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോ നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്നും നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായിക്കണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മൗത്തമുള്ളതിന്റെ ആത്മാവിനെ താപമാറാകണമേ. അപ്പോ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. എന്നാൽ ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല, ഉള്ള ബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. അപ്പോൾ ൂയ
അപ
അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായിരുന്നവരെയും ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അനുഗ്രഹിക്കുകയും ഈറന്മാരും മാലാഖമാരുടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണോറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാസന്നിധനായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാവങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകുന്ന ഇടപെടാതെ നീ നിന്റെ പിതാവിനെയും പരിശുദ്ധവുമായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. പാറയ്ക്കുമോ ഓശോപകുല സുബാൻ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടിപ്പെടുകയും നിന്റെ വിവാഹം
സത്യപിതാവിന്റെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹനിശ്ചയത്തിലുള്ള മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മാ ശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. പാറയ്ക്കുമോറോശോ കുല സുബാലവൽമേ. സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് ലഭിക്കുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുകളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചുകൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. സഭയാം തിരുസഭയാമീ അത്യുന്നതനുടെ മണവാട്ടി വന്ദിക്കുന്നേ വന്ദനേ വീട്ടൊരു മണവാളൻ തന്നെ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്രീബ രാവും പകലും നിങ്ങളുടെ കൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. എല്ലാവർക്കും വൈദിക ശ്രേഷ്ഠരെ, ടിജിൻ സ്നേഹ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ടിജിനും സ്നേഹിക്കും വിവാഹ മംഗള ആശംസകൾ നേരുന്ന സമയമാണ് ഇത്. ഏത് വിവാഹ കൂദാശയിൽ സംബന്ധിച്ച് ആശംസകൾ നേരാൻ അവസരം കിട്ടുകയാണെങ്കിൽ സ്ഥിരമായി ഞാൻ പറയുന്ന ആശംസാവാചകങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതിനൊരു മാറ്റവുമില്ല. നമ്മുടെ ആരാധനയ്ക്ക് മാറ്റമില്ലാത്തതുപോലെ എൻ്റെ ഈ ആശംസാ പ്രസംഗത്തിന് മാറ്റമില്ല. അതുകൊണ്ട് തന്നെ 5 പോയിന്റ്സ് ആണ് ഈ സമയം
ജിജിനും സ്നേഹിക്കുമുള്ള ആശംസയായി ഈ കോൺഗ്രിഗേഷൻ കേൾക്കാനുമായി പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ്, നിങ്ങളെ ഭാര്യയും ഭർത്താവുമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവമാണ് എന്ന ചിന്ത എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടത് കൊണ്ടോ നിങ്ങളുടെ മാതാപിതാക്കൾ ഇഷ്ടപ്പെട്ട് ചേർന്ന് വന്നതുകൊണ്ടോ മറ്റ് പല മാനദണ്ഡങ്ങളുണ്ടല്ലോ, കുടുംബപരമായി, വിദ്യാഭ്യാസപരമായി, സാമ്പത്തികപരമായി, ഇങ്ങനെ പല ചർച്ചകളും ചേർന്ന് വിവാഹം നടക്കുകയും. പക്ഷേ ദൈവത്തിൻ്റെ വിളി, വരം, തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ സ്നേഹ ടിജിൻ്റെ ഭാര്യയാകാനും ടിജിൻ സ്നേഹയുടെ ഹസ്ബൻഡ് ആകാനും സാധ്യമായത്, കാരണമായത് അതുകൊണ്ട് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ് ഇത്. രണ്ടാമത്തേത്, നിങ്ങളുടെ വിവാഹ ജീവിതം, കുടുംബജീവിതം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കണം. ക്രൈസ്റ്റ് സെന്റേർഡ്. വിശാലമായ ഒരു സബ്ജക്റ്റാണ്, വിഷയമാണ്. നിങ്ങൾ എന്ത് ചിന്തിച്ചാലും സംസാരിച്ചാലും പ്രവർത്തിച്ചാലും യേശുക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കണം. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, നിങ്ങൾ പള്ളിയിൽ പോകുന്നവരായിരിക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരായിരിക്കണം, വേദപുസ്തകം വായിക്കുന്നവരായിരിക്കണം. ആത്മീയ നിഷ്ഠയെല്ലാം ആചരിക്കുന്നവരും അനുഷ്ഠിക്കുന്നവരുമായിരിക്കണം എന്നുള്ളതാണ് ക്രൈസ്റ്റ് സെന്റേർഡ് എന്ന വാക്കിന്റെ അർത്ഥം. അവിടെ ഒരു വേദഭാഗം മാത്രം പറയുകയാണ്, സെന്റ് ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 5, എന്നെ കൂടാതെ, വിത്തൗട്ട് മീ ഓർ അപ്പാർട്ട് ഫ്രം മീ യു ആർ നത്തിങ്. വളരെ പ്രസിദ്ധമായ യേശുക്രിസ്തുവിന്റെ ഒരു സന്ദേശമാണ്, ഒരു പ്രസംഗമാണ്. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ആ വേദവാക്യം നിങ്ങളുടെ മനസ്സിൽ ഈ വിവാഹ കർമ്മത്തിന്റെ മർമ്മപ്രധാനമായ സമയത്ത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കും. യേശുക്രിസ്തുവിന് വേണ്ടി 2 വയസ്സിന് താഴെയുള്ള 100 കണക്കിന് കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടു. ആ ഹോളി ഇന്നസെൻസ് ആണ്. ശിശു സഹതയന്മാരാണ്, അവർ വിശുദ്ധന്മാരാണ്. അവർക്ക് ഒന്നിനെ കുറിച്ച് അറിയത്തില്ലെങ്കിലും അവര് സഹതയന്മാരും എന്നുള്ള പരിഗണനയാണ് നമുക്കുള്ളത്. ആ പുണ്യ സഹതയന്മാരുടെ നാമത്തിൽ സ്ഥാപിതമായ ഒരു ദേവാലയത്തിന്റെ അങ്കണത്തിൽ സുന്ദരമായ അനുഗ്രഹകരമായ ഒരു മുഹൂർത്തത്തിലാണ് നിങ്ങൾ ഈ വിവാഹ ശുശ്രൂഷ നിർവഹിച്ച് വിവാഹ ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് 3ാമത്തെ പോയിന്റായി നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക. 4, ഇവിടെ ഇപ്പം ധാരാളം വൈദികരും വിശ്വാസികളും, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്, ഇടവകക്കാരുണ്ട്, അയൽവക്കക്കാരുണ്ട്, ചെന്നൈയിൽ നിന്ന് ധാരാളം പേർ വന്നിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ ആശംസ നേരാനാണ് 4ാമത്തെ പോയിന്റ് ഉപയോഗിക്കുന്നത്. ഇവർ 2 പേരും ചെന്നൈയിലെ ആവടി രാമലിംഗപുരം സെന്റ് ജോർജ് ഇടവക അംഗങ്ങളാണ്. ഈ 2 പേരും, 2 ഫാമിലി. ഞാൻ അവരുടെ ഒരു ശുശ്രൂഷകനാണ്. ഭദ്രാസനത്തിന്റെ ഒരു എളിയ ശുശ്രൂഷകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ വിവാഹ കർമ്മത്തിൽ ഞാൻ സംബന്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേരുടെയും എപ്പിസ്കോപ്പച്ചന്മാർ, 2 എപ്പിസ്കോപ്പന്മാരാണ്. ഞാൻ ഒരാളുടെ പേരെ പറഞ്ഞിട്ടുണ്ട്, എപ്പിസ്കോപ്പച്ചൻ കൊണ്ട് ഇവിടെ മദ്രാസിൽ നിന്ന് അച്ഛന്മാർ വന്നിട്ടുണ്ട്, ഇവിടുത്തെ മുൻ വികാരിമാരുണ്ട്, ധാരാളം സീനിയർ ജൂനിയർ അച്ഛന്മാരുണ്ട്. ഇവിടെ ഇരിക്കുന്ന കോൺഗ്രിഗേഷൻ മെമ്പേഴ്സിന്റെ എല്ലാം മദ്രാസ് ഭദ്രാസനത്തിന്റെ ഗ്രീറ്റിംഗ്സും വിഷസും കൺഗ്രാജുലേഷൻസും നിങ്ങളെ അറിയിക്കുകയാണ്. ആശംസകൾ എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. 4ാമത്തെ പോയിന്റ്. 5ാമത്തെ പോയിന്റ്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയാണ്. നമ്മളെ ഈ വിവാഹത്തിന് ക്ഷണിച്ചിരിക്കുന്നത് ഈ വിവാഹ മംഗളകർമ്മത്തിൽ ഉദാശയിൽ സംബന്ധിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്, തുടർന്നും പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ക്ഷണിച്ചിരിക്കുന്നത്. പരമപ്രധാനമായ നമ്മുടെ ഉത്തരവാദിത്വവും ദൗത്യം അതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഭക്ഷണമായാലും, നമ്മൾ പരസ്പരം കുറെ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി പരിചയം പുതുക്കലായാലും,
പുതിയ വേഷവും പുതിയ ആഭരണമൊക്കെ ഇട്ടത് കാണിക്കാനായാലും ഒക്കെ ഏറ്റവും അവസാനമുള്ള സംഗതിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജിജിന് വേണ്ടി, സ്നേഹിക്ക് വേണ്ടി, അവരുടെ കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കോംപ്ലിമെന്റിങ് ഈച്ച് അതർ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ട് ജിജിന് വേണ്ടി, സ്നേഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ എന്ന് തീരുമാനിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവരെ നമുക്ക് ദൈവത്തിനുള്ള സമർപ്പിക്കാം. അവർ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ഈ 5 പോയിന്റ് ഓർത്തിരിക്കുക. പോയിന്റ് നമ്പർ 1, you have been selected by Almighty Lord, not by yourself or not by your parents, or brothers or colleagues or friends. Selected by Almighty Lord. Second point, your family life should be Christ-centered. ഞാൻ പറഞ്ഞത് വലിയൊരു സബ്ജക്റ്റാണ്, Christ-centered. 3, your marriage is solemnized at holy, 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 innocent, holy place. 4, wishes, greetings, prayers, congratulations from all of us, all the congregation members, those who are assembled here, those who are coming from Chennai, all Madras diocese, adherents and believers as well. Congratulations and best wishes. 5, all congregations members are praying for you. You have to pray for all of us as well. Okay? May God bless you. രണ്ടാമത്തെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കിരീടം വാഴ്വിന്റെ ശുശ്രൂഷ. ദൈവമായ കർത്താവേ, അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുമാറാകണമേ. ഓശോ ബബുകുലസ്ബാൻ ലവൽമീ. വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ 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 കർത്താവേ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ നിന്റെ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനയിലുള്ള ആനന്ദമുണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ബറക്കുമോർ ഹോശോ വബകുൽ സബാൻ ലവൽമീ.
പരം നാഥാലേ നിൻ ശക്തിയിലും രക്ഷയിലും കൃപതേ നല്ലവരമ്പി ഉൻപേരവനേ ഹല്ലേലൂയ ഹല്ലേലൂയ മഹിമാവിൻ മുടിചൂടി തലയിൽ ഭാരിക്കുമോ മെൻമോരം വാദാമൈ മോരം മുൽമീനാമേ വനവരൈമേ സ്വർഗത്തിൽ സഭയെ താന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം സ്വർഗേമേറും ശ്രീതോനന്മ ശിവനേക്കം നിന്നെ മേലാക്കി സ്തമങ്കാലും നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും ദയവും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും ഇടപെടാതെ അവിടത്തേക്ക് കരേറ്റുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ഉണ്ടായിരുന്നവനും എപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും സ്വയംഭൂവും മാലാഖമാരുടെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അടയ്ക്കുന്ന അനാദന്ത്യവചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദൈവത്തോട് തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരിച്ചു വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് ഇടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സ്ഥലത്തും ബന്ധിതമായി മരിക്കുന്നവനും തന്റെ വല്ലഭത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതിയും ബഹുമാനം ആരാധന നിനക്ക് യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും പയന്നുറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതമുള്ള അഗ്നിമയൻ മാടകൂട്ടത്തിൽ തന്റെ ശ്രേഷ്ഠതയിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അപർണ്ണമായ നിന്റെ കൃപാപ്രഭാവത്താലും നിസ്സീമമായ നിന്റെ ദയയാൽ നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങൾ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായി ഞങ്ങൾ സൂക്ഷ്മത പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളും നീ തിടുക്കമുള്ളവനാകുന്നു. ശിശാർഹന്മാരോടുള്ള പ്രതികാരത്തിന് ഉദാസീനനും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിധിരാജന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലും അഭയം പ്രാപിച്ചിരിക്കുന്നവരെയും നീ അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങൾ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായ തിരുവനവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് എടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാധാരണദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവിടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെ നിന്റെ ആത്മീയ മുദ്രത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയാചരണത്തിലും തീക്ഷ്ണുള്ളവരുമാക്കി തീർക്കണമേ.
കർത്താവേ, ഞങ്ങളതിലെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തിൽ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തിൽ വേദിപ്പെടുന്നവരുമാക്കി തീർക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളെ ഞങ്ങളുടെ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. സുന്ദരികളിൽ അതിസുന്ദരികൾ ജാതികളിൽ നിർവചലോമോൻ വിമല സഭേദിന്റെ ലാളികൂടി നഗരങ്ങൾ മധുവർഷിക്കുന്ന വസന സുഗന്ധം നീ സാത്വസുമസമം സഭേ സകലതിലും സുമുഖി നീ കരതീർക്കും ശ്രീവായേ വന്ദിപ്പതിന രാജാവാശിര ഹാലേലൂയ കാക്കുന്നു നിന്നെ വാഴ്ത്തുമോ ഹാലേലൂയ സഭയോടും നിന്നെ മുതൽ കോട്ടകൾ ചുറ്റുന്നു വഞ്ചകനാം ദുഷ്ടാത്മാവിൻ ഉള്ളിൽ പോകീടാം ബന്ധിച്ചവയാണന്യോന്യം മൂന്നും കോട്ടകളിടയിൽ സ്ഥലമില്ലിവർ പാർത്താം നാദസുനാമളരോഗായ ഏകത്വം തൃത്വം മഹിമേഴും മണവാട്ടി സമം മധ്യേലേറുന്നി ഹല്ലേലൂയ ഹല്ലേലൂയ മുറിയൂരാഭിലേരുവാനായി പറക്കുമോർവത്തിന്റെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹി സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുറിച്ച് നിൽക്കുന്ന ഈ ദാസരെ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയയും നിറഞ്ഞതായ നിന്റെ വലത് കൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിലും ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോ ഓശോ മഖബൂൽ സുബ്ഹാനല്ലാഹി. നിങ്ങളെ ഞങ്ങളറിയിച്ചതിരം വേറൊരു വന്നറിയിച്ച വാനവരെങ്കിലുമാതൂതൻ താനേക്കും സഭയോട് ശാപം പലതരമുപദേശങ്ങളോ പാലിമുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം കൈക്കൊണ്ടവസാനിപ്പിപ്പോ ധന്യൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും മഹായി മറക്കുമോ ശ്രീഹാരുടെ സ്തുതിയും നമ്മുടെ തന്നെ ഗ്രഹങ്ങൾ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവ്വത്തിനും വേണ്ടി പിതാവാം ദൈവത്തെ സ്തുതിക്കുവിൻ. മശീഹായുടെ സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മശീഹാ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു.
സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ എണ്ണയുള്ളതാക്കി ഇതവളെ കറയോ ചുടുവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയാക്കി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശീഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് പറ്റിച്ചേരും. അവരെല്ലാവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മശീഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചും ആകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങളും ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വന്തം ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമി ദീർഘായുസോടെ തീരുമാനമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മസിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ യേശു തമ്പുരാനെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാരെടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ യേശു തമ്പുരാനോട്, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ യേശു തമ്പുരാനോട്, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ പറഞ്ഞു, വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ഡന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ച് അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു.
വനിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാളനെ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം. വൈദിക അൻപാലിംബം നൽക മൊഴിയാൽ മണവാളനും മണവരയാൽ മണവാട്ടിക്കും. ിലോബീദേതുമോറാൻ മെൻസ്മായോ സോയാഹിനോഗേസ് ലഹസിനോയോയേ ക്ലീലോ ഹസിയോസോയേ ബ്രീസേ. മഹിതാചാര്യന്മാരാ ദമ്പതികൾക്ക് ഇടുവാൻ മഷിഹാനൃപനാൽ രചിതം മകുടം പാരം രുചിരം. വനിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാളനെ മഹിതാചാര്യൻ അണിയിക്കും മകുടം ഈശ സത്യമണായ ശീഘ്രം സവിധമണങ്ങീടണമേ സദനം സന്തോഷിക്കാം. കർത്താവിന്റെ നീതിൻ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സൗരശക്തിക്കുമെതിരായി അജേയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വനിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം. വൈദിക അൻപാലിംഗം നൽക മൊഴിയാൽ മണവാളനും വാട്ടിക്കും. ലിലോബീദേതുമോറാൻ മെൻസ്മായോ സോയാഹിനോഗേസ് ലകൽസോയോയേ ക്ലീലോ ഹസിയോസോയേ ബ്രീശോ. മഹിതാചാര്യന്മാരാ ദമ്പതികൾക്ക് ഇടുവാൻ മഷിഹാനൃപനാൽ രചിതം മകുടം പാരം രുചിരം. വനിന്നുടയോ ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം. മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശൻ മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോട് സദൃശൻ. നീതിൻ കിരീടോക്ഷേപങ്ങളുടെ അലങ്കാരങ്ങൾ വിനയം അതിഭക്തി
ചെയ്യുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും, ഇസ്ഹാക്ക് യാക്കോബിലും, യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുവിനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തിൽ നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പരിശുദ്ധ വന്യപിതാവിന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിൽ വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യാവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവനായ സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി കരേറ്റാം. ബാർഖ്യമോ ഹോശോ വബകുല സുബ്ഹാൻ ലവൽ മീൻ. ഏതൻ തോട്ടം നട്ടോനേ നീയാണന്യുവമണവാളൻ നിൻ തോട്ടത്തിനൻ പേർക്കായി വിശേഷിടുക കുളിർത്തന്നൽ. ശ്ലീബായാലവകാശധനം മുദ്രിതമാക്കി പീഠകളാ അടിമവിടുത്തി സ്വർഗത്തിൽ പന്തീരന്നെ നീക്കി. കർത്താവേ നിന്നാർദ്രത നിറയും വാതിൽ തുറന്നേ. പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിലുണ്ടാകേണം. നാമം ചൊല്ലി ദമ്പതികൾക്ക് വരമേകേണം. തേജോലോകത്തിവരുടെ കാലം ശുഭമാകേണം.
കർത്താവേ, ഇവരുടെ വായ്കളിൽ വാഴ്ത്തിയിടേണം. സർവം കേട്ടിട്ട അഭ്യർത്ഥനയെ കൈക്കൊള്ളുവോനേ. പ്രാർത്ഥന കേട്ടിട്ട ആത്മാക്കളുടെ കൃപ ചെയ്യണം. മറക്കുമോർ വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിധരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സ്ഥലത്തോർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏതെങ്കിലുടെയും ഈ ജനക്കൂട്ടത്തിന്റെ മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ മുൻപാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം ഈ വന്ധ്യപിതാവ് നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. മേൽപ്പട്ടക്കാരിലും പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനങ്ങളിലും മണവാണിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും എന്ന് സമൃദ്ധമായി ആവർത്തിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ പുറത്തുമറിയാവുകയും കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശുമിശിഹായെ നടത്തുകയും എന്നേക്കും നിങ്ങളിൽ ആവർത്തിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പന നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങളിൽ ഓരോരുത്തരും അവന്റെ ഭാര്യയുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുകയും ഭാര്യ സ്വന്തം വളങ്ങളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയമുള്ളവനായിരിക്കുകയും ചെയ്യണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കാലോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാ രാജ്യം, ശക്തി, മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തെ പരാമർശിച്ചുകൊള്ളണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകവും പിതാവും ജനിച്ചവനും പ്രകാശവും സദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശങ്ങളുടെ സുഖത്തുള്ളവനും സർവ്വബോധമായി നിർമ്മിച്ചവനും മനുഷ്യനായ ഞങ്ങളെ രക്ഷിക്കുകയും തിരുമനസ്സാരപ്രകാരം സ്വർഗ്ഗത്തിൽ നൽകി വിശുദ്ധ റൂഹായ ദൈവമാതാവായ ശരീരത്തിൽ മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കടയേറി തന്റെ ആളുകളുടെ വാഗ്ദത്തവും ജീവനുള്ളവരെ മരിച്ചവരെയും തന്റെ വലിയ മഹത്വത്തോടെ ആദരിക്കുന്നവരും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോടും കൂടി വധിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീകുമാരന്മാരും സംസാരിച്ചതുമായ ജീവനും ശുദ്ധമുള്ള റൂഹായും ആരോഗ്യവും സ്നേഹിതവുമായ ഏകവിശ്വസതയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഞങ്ങളെ പറഞ്ഞ് മരിച്ചുപോയവരും പെരുമാറിയ ലോകത്തിലെ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. എന്നാൾ സ്തുതിയോടു രാജമകൾ ഫലമായി രാജഭാമിനിയും നിങ്ങളുടെ കരജൻ മോഹിപ്പാൻ ഹല്ലേലൂയ.
പാലിക്കുമോ ബോല ബോല ബുറോവൽ റൂഹോ കാദീശോ മൂലം മാതാവിൽ മൂലം ഉൾവിനാമേ പുകഴ്ച ഭാജനമേ തൃക്കരങ്ങളിൽ അറിവാർന്ന പക്കലപേക്ഷയടക്കേണം സൗമ്യം കാലസ്തുരീരായിസു അറിയാമിൻ സ്മരണം വരദായകമാതാ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിന് കൊണ്ട പാലിക്കുമോ ബോല ബോല ബുറോവൽ റൂഹോ കാദീശോ ദൈവപ്രസവി ശ്രീ ധന്യകമറിയാമി ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം മറിയോരാകെ മേലൈനുമാതാരേ ഇടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ളതനയെ ഞങ്ങളിൽ ആഗ്രത തോന്നിയിടാം ഈ ആത്മജനോട് അർത്ഥിക്കാം ദയവാൻമന പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ വളരുമാവൻ ലബനോൻ കാരകിൽ പോൽ വൃദ്ധതയിലും തളിരിട്ടു തഴച്ചിടമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് പുഷ്ടികളും പാർക്കുമോ ബോല ബോല ബറോവൽ റൂഹോ കാദീശോ മൂലം മാതാവിൽ മൂലം ഉൾവിനാമേ ബോലിംഗം മാർശിശു സഹദേന്മാർ വീടും നിന്നോർമ്മ ഉദകണമേ പ്രാർത്ഥനവിൻ ഓർമ്മയിലും മാനീച്ചോർക്കാം സ്തോമൻ കാലസ്തുരീരായിസു ഭാഗ്യം നീവിയർക്കും ഭാഗ്യം സ്ത്രീകർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ പാലിക്കുമോ ബോല ബോല ബറോവൽ റൂഹോ കാദീശോ മസിഹായെ കാണുവാൻ കാംക്ഷിച്ചൊരു സഹദേ വാഴാച്ചിറകുകൾ പൂണ്ടുന്നത പദമേറി മുറിയൂരാകെ മേലൈനുമാതാരേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട് അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചിടണം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവ് ഞാൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. നിങ്ങൾക്ക് വിശ്വാസികളായ നിങ്ങൾ വാങ്ങിപ്പോയവർക്കും ദൈവമായ കർത്താവ് ആശ്വാസം നൽകുമാറാകട്ടെ. പിതാവ് തന്നെ പരിശുദ്ധരൂഹായുമായുള്ളവേ ഗതിഹീനമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുത്തെ സ്വർഗീയ സിംഹാസനത്തിന് മുമ്പാകെ കേട്ടംഗീകരിക്കണമേ. അവോ റൂഹോ ആയ കാദീശോ ആമീൻ.
ഇത്രത്തോളം യഹോവ സഹായിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്വയളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാര്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. രാജ്യശക്തിയും പ്രഭാതം പറയുമേ നിനക്ക് സമാധാനം. എപ്പോഴെപ്പോഴാണെന്ന സമയത്തും ദൈവത്തിനാണ് വീക്ഷണമുള്ളതേ. സർവാധിപതി സർവശക്തി മഹാകാരുണ്യവാനായ ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഈ ഭവനത്തിലായിരിക്കാനും നല്ല സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കാനും നല്ല കൃപയ്ക്കായ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കർത്താവേ, വിശുദ്ധ വിവാഹകൂദാശയിലൂടെ ഒന്നായിരിക്കുന്ന ഞങ്ങളുടെ മക്കൾ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അവരുടെ ജീവിതത്തിൽ നീ വഴിയും വെളുത്തുവാനിരിക്കണമേ. കർത്താവേ, ഇവരുടെ ഇടങ്ങുകയും വലങ്ങുകയും ചെയ്യുന്ന എല്ലാത്തെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കൂടുതൽ കൃപകൾ കൊണ്ട് നന്മകൾ കൊണ്ട് ഇവരെ പൊതിയണമേ. കർത്താവേ, ഇവരുടെ വിവാഹ ജീവിതം കണ്ട് കുടുംബജീവിതം കണ്ട് സന്തോഷിക്കുവാനും ഇവരെ മാതൃകയാക്കി ജീവിക്കുവാനും ഞങ്ങൾക്ക് ഏവർക്കും ഇടയാകണമേ. കർത്താവേ, നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിന്റെ മക്കൾക്ക് ഇടയാകണമേ. ഇവരെടുക്കുന്ന തീരുമാനങ്ങളിൽ ഇവരുടെ ജീവിതയാത്രയിലൊക്കെ നീ കൂടെ ഇരുന്ന വഴി നടത്തണമേ. ഇവർക്കുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും കർത്താവേ, നിന്റെ തങ്കച്ചെറുകടിയിൽ ഇവരെ പൊതിഞ്ഞു കൊള്ളണമേ. കൂടുതൽ നന്മകൾ കൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ടെന്ന് ജീവിക്കുവാൻ കർത്താവെ നിന്നിൽ ആശ്രയിച്ചവർക്ക് കൃപ നൽകണമേ. കർത്താവെ, ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ നല്ല യാതനകൾക്കും നീ സ്വർഗത്തിൽ നിന്ന് ഉത്തരവരണമേ. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ യുവാക്കൾ യുവതികളൊക്കെ ഞങ്ങളൊക്കെയുണ്ട്. കർത്താവെ, അവരെയൊക്കെയും പൊതിഞ്ഞു കൊള്ളണമേ. രോഗത്തിലും പ്രയാസത്തിലുമായിരിക്കും ഞങ്ങളുടെ ബന്ധുത്രാദികൾ സ്നേഹിതർ ചാർച്ചക്കാരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായകമായ ആശ്വാസകരമായ നിന്റെ വലുത് ആവശ്യപ്പിച്ച് നിന്റെ മക്കളെ സൗഖ്യമാക്കണമേ. കർത്താവെ, ഞങ്ങളിൽ നിന്ന് വാങ്ങി തിരുസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോലെ ഓർക്കുന്നു. കർത്താവെ, നിന്റെ സ്വർഗീയ മഹോന്നതങ്ങളെയും ഞങ്ങൾ അവരെ കാണുവാനിടയാകണമേ. അവർ ഞങ്ങളും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ സഹായിക്കും. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമായ കർത്താവെ ഞങ്ങളെല്ലാവരുടെ മേലും പ്രത്യേക വിവാഹ കൂദാശയിലൂടെ ഒന്നായി പുതിയ കുടുംബജീവിതം ആരംഭിക്കുന്ന പ്രിയ മക്കളുടെ കൂടെയും അവരുടെ ഭാവി ജീവിതത്തോടുകൂടിയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരോടുകൂടിയും പ്രത്യേകിച്ച് ഈ ഭവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുകൂടിയും ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആത്മാക്കളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും നീക്കൊണ്ടായിരിക്കുവാനാണമേ.